ഈ റോഡിൻ്റെ വീതി കണ്ട 25 അടിയാണ് ഈ റോഡിൻ്റെ വീതി, അതും ബസ് റൂട്ടിനടുത്ത്. അവിടെയാണ് ഈ അമേരിക്കയിൽ സെറ്റിലായി ഫാമിലിയുടെ 16.5 സെൻറ്റ് സ്ഥലവും 2600 സ്ക്വയർ ഫീറ്റ് വീടും വെറും 55 ലക്ഷം രൂപയ്ക്ക് കൊടുക്കണത്. അതും അധികം പഴക്കൂലാത്ത വീടാണ്ട. അവരവിടെ സെറ്റിലായാലും മാത്രം കൊടുക്കണം. ഇത് നിങ്ങൾക്ക് വീട് കാണുമ്പോൾ മനസ്സിലായി ഇതിൻ്റെ പഴക്കം എന്താണെന്ന്. കാരണം ഇവർ രണ്ടുപേരും എഞ്ചിനീയർമാരാണ്. ഇവരപ്പോൾ എല്ലാവരും നല്ല മെറ്റീരിയൽ നല്ല സ്ട്രോങ് ആയിട്ട് പണിതേക്കണം. അത്രയും നല്ല വീടാണ്. ഉണ്ട് ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കണുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊരു റിക്വസ്റ്റ് ആണ്. അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനലില്ലേ DRK ഡ്രീം ഹോംസ്, അതിൻ്റെ അകത്ത് 18 ലക്ഷം രൂപയും 24 ലക്ഷം രൂപയൊക്കെ വീട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വില കുറഞ്ഞ വീടായിരിക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പോയിക്കോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ വില കുറഞ്ഞ വീട്, അതും റോഡ് സൈഡിലാണ്ട. ഒരെണ്ണം ജംഗ്ഷനിൽ തന്നെ 24 ലക്ഷം രൂപ, 10 സെൻറ്റ് സ്ഥലവും വീടും. പിന്നെ വേറൊരെണ്ണം 18 ലക്ഷം രൂപ, അതും ബസ് റൂട്ടിൽ നിന്ന് ഒരു 20 മീറ്ററേ ഉള്ളൂ. വേണ്ട ആവശ്യത്തിന് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാണുന്ന ഷെഡിൽ ഇവർ ആടിനെ വളർത്തിയിരുന്നു. ഇപ്പം ആടൊന്നുമില്ല കേട്ടോ, ഇപ്പം എല്ലാത്തിനെയും ഒഴിവാക്കി. ഇപ്പോൾ അവർ അമേരിക്കയിൽ സെറ്റിലാണ്. ഞാൻ പറഞ്ഞില്ല രണ്ടുപേരും എഞ്ചിനീയർമാരാണ്. അപ്പോൾ അവരുടെ ഐഡിയയിൽ പണിത അത് നല്ല സ്ട്രോങ് ആയിട്ട് പണിത വീടാണ്. 16.5 സെൻറ്റ് സ്ഥലവും 2600 സ്ക്വയർ ഫീറ്റ് വീടും. ചോദിക്കണ വില 55 ലക്ഷം രൂപയാണെങ്കിലും ചെറുതായിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. നല്ല മഴ പെയ്ത ടൈമിനെടുക്കണം. ഒരു വെള്ളക്കെട്ട കാര്യങ്ങളൊന്നുമില്ല. കിണറ്റിലാണെങ്കിൽ ഇഷ്ടം പോലെ വെള്ളവുമുണ്ട്. 365 ദിവസവും നല്ല ശുദ്ധജലം കിട്ടുന്ന കിണറാണ്. ഇപ്പം ഇത് നോക്കാനൊന്നും ആളില്ലാത്തവരാണ് ചപ്പും ചവറൊക്കെ പിടിച്ച് കിടക്കണത്. നിങ്ങൾ വന്ന് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി നിങ്ങളുടെ ആ ഒരു ഐഡിയയിൽ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് പുലിക്കുട്ടി. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രോക്കർ കമ്മീഷൻ മേടിക്കണ കാര്യം. ഈ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങിച്ചോ, ഞങ്ങൾ 1 രൂപ പോലും ഞാൻ ബ്രോക്കർ കമ്മീഷൻ ചോദിക്കില്ല. ഞങ്ങളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ ഒരാളുടെ അടുത്തും ബ്രോക്കർ കമ്മീഷൻ ചോദിക്കില്ല. നിങ്ങൾ സന്തോഷത്തോടെ എന്തെങ്കിലും തന്നാൽ വാങ്ങിക്കും. കാരണം ഒരു വീട് വാങ്ങിക്കണതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഈ ഹാള് കണ്ട എന്താ ഒരു ലെങ്ത്താണെന്ന് നോക്കി, നല്ല വലിപ്പമുള്ളൊരു ഹാള്. അപ്പോൾ ഈ വാങ്ങണവരുടെ ബുദ്ധിമുട്ടൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആരുടെ അടുത്തും ചോദിക്കാറില്ല. പിന്നെ എല്ലാവരും അറിഞ്ഞെന്തെങ്കിലും തരും. ഇന്നേ വരെ ഒരാൾ പോലും തരാണ്ടിരുന്നിട്ടില്ല. അല്ലാണ്ട് നമ്മൾ ചോദിച്ച് വാങ്ങിക്കേണ്ട പരിപാടിയിൽ ഇപ്പോൾ എല്ലാവരും 1% കമ്മീഷൻ മേടിക്കുന്ന ആൾക്കാരാണ്. ഞാൻ അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. നിങ്ങൾ സന്തോഷത്തോടെ എന്തെങ്കിലും തന്നാൽ വാങ്ങിക്കാത്തറേ ഉള്ളൂ. അതായത് നിങ്ങളുടെ വാഷ് കൗണ്ടർ ആണ്. ഇതിൻ്റെയൊക്കെ സ്റ്റിക്കറും കൂടിയും പൊളിച്ച് കളഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വീടിൻ്റെ പഴക്കം നിങ്ങൾ ഉദ്ദേശിച്ചോളൂ കേട്ടോ.